المرسلين وعلى آله وصحبه أجمعين ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل ونعم المولى ونعم النصير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم اتبعوا العلماء فإنهم سرج الدنيا ومصابيح الآخرة صدق رسول الله صلى الله ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സയ്യിദ് അഷ്റഫ് തങ്ങൾ, അതുപോലെ തന്നെ അസീദ് സലാഹുദ്ദീൻ തങ്ങൾ, മറ്റുള്ള സാദാത്യങ്ങൾ, ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദന്മാർ, ആലിമീങ്ങൾ, മജ്ലിസിനകത്ത് ഒരുമിച്ച് കൂടിയ ഉമറാക്കൾ, നേതാക്കൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്ലിസ് അല്ലാഹു നമ്മളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ അവ്വൽ മുതൽ ആഖിർ വരെ അല്ലാഹു ഇതിലൊക്കെയും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതിൽ നിന്നെല്ലാം ഖൈറുകളുണ്ടോ അതെല്ലാം നമ്മൾക്ക് എത്തിച്ചു തരുമാറാകട്ടെ. ഇതിൽ വരുന്ന എല്ലാ ജാതി ഷർറുകളെ തൊട്ട് അല്ലാഹു കാത്തു സലാമത്തിലാക്കട്ടെ. ബഹുമാനികളെ, സമയം വൈകിപ്പോയി. 6 മണിയാകുമ്പോൾ നമ്മളെ പരിപാടി അവസാനിക്കണം എന്നാണ് നമ്മളിവിടെ തീർമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരം നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഫുഖഹ ബേക്കർ ഉസ്താദ് നവ്വറല്ലാഹു ഖബറഹു വഅലല്ലാഹു ദറജതഹു ഫിൽ ജന്ന, അദ്ദേഹത്തിൻ്റെ അനുസ്മര പരിപാടി ഇത് അടുത്ത ദിവസം ഇവിടെ കഴിഞ്ഞ് അതിൽ ഞാൻ ഏകദേശം 1 മണിക്കൂറോ 3/4 മണിക്കൂറോ സമയം ഞാൻ സംസാരിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് സംസാരിക്കുന്നതൊക്കെയും വിഷയങ്ങളൊക്കെയും നിങ്ങൾ പിന്നെ ഇപ്പോൾ എൻ്റെ പക്കന്ന് പ്രതീക്ഷിക്കണ്ട. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് ചെയ്താൽ അവൻ്റെ മഹലായ ഫദ്ൽ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം പോലെ ആവശ്യം പോലെ സംസാരിക്കാം. ഇപ്പോഴെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളുണ്ടല്ലോ, ഇതൊക്കെയും പിന്നെ നമ്മൾ മുൻകൂട്ടി ആരും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളാണ് ഒക്കെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുന്നിൽ വരുന്നതായിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾക്കത് അറിയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അള്ളാഹു തന്നെ തീർത്ത് പറയുന്നു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, ഒറ്റൊരു നഫ്സും അറിയുകയില്ല മാദാ തക്സിബു ഗദാ, നാളത്തെ ദിവസം എന്താണ് സ്വരം ചെയ്യുന്നത് എന്ന് ആർക്കും അത് അറിഞ്ഞുകൂടാൻ. റബ്ബ് സുബ്ഹാനഹു വതആല ഈ ലോകത്തിനെ ഭരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തുകൊണ്ട് വലിയ ഹിക്മത്തിലൂടെയാണ് ഇതിനൊക്കെയും നടത്തുന്നത്. ഇതുവരെ കഴിഞ്ഞ വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് ഓർമ്മയിലെല്ലാം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽക്ക് തന്നെ നടന്ന സംഭവങ്ങൾ, ഇന്നലെ നടന്ന സംഭവം വരെ ഓർമ്മയുണ്ട്. ഇതുവരെ നടന്ന സംഭവങ്ങൾ നമ്മൾക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വിഷയം നമ്മൾക്ക് അറിയില്ല. നാളത്തെ ദിവസത്തിൽ എന്താണ് നിങ്ങൾ സ്വരം ചെയ്യുന്നത് എന്ന് ഒറ്റൊരു നഫ്സിനും അറിയുകയില്ല എന്ന് പടച്ചവൻ പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ മറ്റെന്താ വിഷയം അറിയുമെന്ന്, അതിൻ്റെ മറ്റെന്താ അറിയുമെന്ന് അറിയില്ല. നാളത്തേത് അറിയാൻ നമുക്ക് പിന്നെ മറ്റെന്താ അറിയാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഫുഖഹ നവ്വറല്ലാഹു മർക്കദഹു, അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇവിടെ മരിച്ചു പോകുമെന്നുള്ള നിരീക്ഷ ആർക്കും ഉണ്ടായിട്ടില്ല. കുറേ കാലം നമ്മളെ കൂടെ ജീവിക്കുമെന്നായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീർമാനം അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തൻ്റെ 21-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മളുമായിട്ട് വിട്ടുപിരിഞ്ഞത്. നിങ്ങൾക്കൊക്കെയും ഇവിടെ അദ്ദേഹം ഖാദിയായ നിലക്ക് നേതൃത്വം വഹിച്ച് പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം വേണ്ടുവോളം പഠിപ്പിച്ചിട്ട് പരിചയപ്പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളോട് കൂടുതലായിട്ട് കാലിൻ്റെ വിഷയത്തിലോ കാലുമായിട്ട് പെരുമാറുന്ന വിഷയത്തിലോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും കനത്തതായിരിക്കുന്ന ആ ഭാരം അദ്ദേഹം വഫാത്തായതിൻ്റെ കാരണം കൊണ്ട് എനിക്ക് ഏൽക്കേണ്ടി വന്നു. ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കപ്പെടുന്ന
ബദർ സാദാത്ത് ഖലീൽ തങ്ങൾ മുതൽക്ക് മറ്റുള്ള സാദാത്യങ്ങൾ എല്ലാം സയ്യിദന്മാർ അവരുടെ പൊരുത്തം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എഫി ഉസ്താദിൻ്റെ പൊരുത്തം, അതുപോലെ തന്നെ നമ്മുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ബലിയതായിരിക്കുന്ന സംഘടന, നമ്മളെ കർണാടക സ്റ്റേറ്റിൻ്റെ ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വലിയ സംഘടന, അതിൻ്റെ എല്ലാ ആലിമീങ്ങൾ അവരോടുള്ളതായിരിക്കുന്ന പൊരുത്തം എന്ന് വേണ്ട എൻ്റെ മുഹിബീങ്ങളായ എന്നെ സ്നേഹിച്ച ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. 10-30 കൊല്ലമായി സ്ഥാപനം, 32 കൊല്ലത്തോളമായി സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, അഭിമാനികൾ, എന്നെ പിരിശം വെക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങോട്ട് അവർക്ക് എന്തൊരു ഗുണം ചെയ്ത ഓർമ്മ എനിക്കില്ല. അവർ വെക്കുന്ന ധാരാളം ഉപകാരങ്ങൾ എൻ്റെ സ്ഥാപനക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവരെല്ലാം എന്നെ തിരഞ്ഞെടുത്തത് അത് ഇലാഹായ റബ്ബിൻ്റെ തീരുമാനമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലാഹു എനിക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്ന് രണ്ട് വസിയത്തുകളാണ്. അതായത് ഇപ്പോൾ ഈ മഹല്ലത്തുകളാണ് ഇവിടെ ബയ്യത്ത് ചെയ്തത്. ഇവിടെ ഓരോരോ മഹല്ലത്തിനകത്തും ഓരോരോ ഖത്തീബുണ്ടാവും. എല്ലാവരെയും ഈ ഏരിയയിലുള്ള എല്ലാവരുടെയും തലപ്പത്തുള്ള ആളാണ് ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതരായ ബഹുമാനപ്പെട്ട കേസിരോട് ഉസ്താദ്. അയാളെ ലോകത്തിലേക്ക് അറിയാത്ത ആൾക്കാർ കർണാടകം എന്ന് വേണ്ട എല്ലാ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും വരെ അദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ 10-30 ജില്ലാനം കൊല്ലങ്ങളായി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എല്ലാവരെയും നല്ല നിരക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവും ഒറ്റക്കെട്ടായി ഇവിടെ സംഘടിപ്പിച്ച് ഇവിടെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് വലിയ ഇതായിരിക്കുന്ന ഒരു സംഗതിയാണ്, ചെറിയൊരു വിഷയമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോട് എന്നൊക്കെ പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും നമ്മളെ മുമ്പന്തിയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, ഇവിടുത്തെ ഖത്തീബന്മാർ, അതുപോലെ തന്നെ ആലിമീങ്ങളാകുന്ന നമ്മളൊക്കെ നമ്മൾ ഉള്ളതായിരിക്കുന്ന മഹല്ലത്തോടു കൂടി പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലായി നല്ല ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആർക്കും അങ്ങനത്തേതായിരിക്കുന്ന ഉറച്ചു നിൽക്കാണ്ട് ഇവിടെ ആടുന്ന ആളാരുമില്ല. എല്ലാം നല്ല ഉറച്ച ആൾക്കാർ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾക്കൊക്കെയും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളം ശൈഖുന തങ്ങളവറുകൾ നബ്ബറല്ലാഹു ഖബറഹു അഅലല്ലാഹു ദറജതഹു ഫിൽ ജന്ന, അദ്ദേഹം ഇവിടെ 65 കൊല്ലം ജീവിച്ചിട്ട് ഇവിടെ കാണിച്ചു തന്നതായിരിക്കുന്ന റോട്ട്, വാസ്തവത്തിൽ ഇവിടെ 50 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വലിയതായിരിക്കുന്ന ഇന്നത്തെ പോലത്തെ ആലിമ്യങ്ങൾ അന്നുണ്ടായിരുന്നില്ല, നമ്മളെ കാഴ്ചയിലുണ്ടായിരുന്നില്ല. എല്ലാം ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മലകലപ്പോട് സമാനമായ ബഹുമാനപ്പെട്ട ഉലമാക്കൾ, പണ്ഡിതന്മാർ കേരളത്തിലെ ഉലമാക്കളാണ്. കേരളവും നമ്മളുമായിട്ട് വലിയതായിരിക്കുന്ന സംബന്ധമുണ്ട്. കാരണം നമ്മളെ ഉസ്താദന്മാരൊക്കെയും അവരുടെ ഉസ്താദന്മാരൊക്കെയും കേരളക്കാരാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, ആ ലീസ്റ്റ് അങ്ങനെ പറയുമ്പോൾ അത് കുറേ ബഹുമാനപ്പെട്ട പൊന്നാണി മഖ്ദൂം തങ്ങളെ വരെ, അവിടുത്തെ മഖ്ദൂമിയങ്ങളെ വരെ എത്തുന്നതായിരിക്കുന്ന പാരമ്പര്യമുണ്ട് ഇവിടെ. അങ്ങനത്തേതായിരിക്കുന്ന വലുതായിരിക്കുന്ന ഇൽമിൻ്റെ സാഗരങ്ങളായതായിരിക്കുന്ന ആലിമീങ്ങൾ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളൊക്കെയും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ ഒക്കെ ഒന്ന് ഒലിച്ചതായിരിക്കുന്ന ഇൽമുകളാണ് ഇപ്പോൾ കർണാടകത്തിലുള്ളത്. കർണാടകക്കാരുടെ പഠിച്ചിട്ട് തയ്യാറായതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മളെ കർണാടകത്തിനകത്ത് ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന വലിയൊരു സംഘടനയുണ്ട്. എല്ലാ സംഘടനയുടെയും നേതൃത്വം മേലെ നിൽക്കുന്നതായിരിക്കുന്ന ഒരു സംഘടന. അവിടെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെയും വേണ്ടുന്നതൊക്കെയും ചർച്ച ചെയ്ത് സമുദായത്തിലേക്ക് നല്ലതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അവർക്ക് എത്തിച്ചു കൊടുത്ത് അവർ ശരിക്കും തർബിയത്താക്കുന്നതായിരിക്കുന്ന ഉലമ സംഘമുണ്ട്. 40ഓളം വരുന്ന വലിയ ആലിമീങ്ങളുണ്ട്. ഒന്നിനേക്കാളും വിവരമുള്ളവരും കഴിവുള്ളവരും നല്ല വയല് പറയാനും അതുപോലെ തന്നെ ദർസ് നടത്താനും മറ്റുള്ളതായിരിക്കുന്ന ദീനിയായതായിരിക്കുന്ന പ്രബോധനം ചെയ്യാനും എല്ലാം വലിയ കഴിവുള്ളതായിരിക്കുന്ന വലിയതായിരിക്കുന്ന മഹാന്മാരായ ഉലമാക്കളുണ്ട്. ഇതൊക്കെയും റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾക്ക് അള്ളാഹു ചെയ്ത വലിയതായിരിക്കുന്ന ഒരു കനത്തതായിരിക്കുന്ന ഒരു നിഅമത്താണ്. ഈ ജമിയത്തുൽ ഉലമ തുടങ്ങിയത് തന്നെ നമ്മുടെ ദാറുൽ ഇർശാദ് തുടങ്ങിയതായിരിക്കുന്ന പിറ്റേത്തെ കൊല്ലമാണ് ഈ ജമിയത്തുൽ ഉലമ അവിടെ തുടങ്ങിയത്. അതിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാനുള്ളത്, അത് മാണി ദാറുൽ ഇർശാദിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മഹാനായ മർഹൂം താഹിറുൽ അഹ്ദൽ തങ്ങൾ നവറല്ലാഹു ഖബറഹു അഅലല്ലാഹു ദറജതഹു ഫിൽ ജന്ന, അദ്ദേഹമാണ് ഇവിടുത്തേതായിരിക്കുന്ന അന്നുണ്ടായ ആലിമ്യങ്ങളെ വിളിച്ചുകൂട്ടി ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചത് തന്നെ ദാറുൽ ഇർശാദിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന വലിയൊരു സംഘടനയുണ്ട്.
അത് നമ്മുടെ നേതൃത്വമാണ്. അവരെ എല്ലാം അവരെ പിന്നിലാണ് നമ്മൾ വേണ്ടത്. എൻ്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിവരമില്ലാതായിരിക്കുന്ന ജനങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ സാധ്യമല്ല. അത് ആലിമീങ്ങളെ ഉലമാക്കന്മാരോട് പിന്തുടർന്നിട്ടല്ലാതെ, അതേപോലെ തന്നെ സാദാത്യങ്ങളായ മഹന്മാർ അഹ്ലു ബൈത്ത് അവരോട് പിന്തുടർന്നിട്ടല്ലാതെ, അവരെ വഴിയിലേക്ക് കൂടിയിട്ടല്ലാതെ നമ്മൾക്ക് അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു റൂട്ട് നമ്മൾക്ക് മനസ്സിലാവുകയില്ല. വളരെ ഗൗരവമായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ഉലമാക്കന്മാരോട് തുടരാൻ വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തബിഉൽ ഉലമാ, ഓ ജനങ്ങളെ നിങ്ങൾ പണ്ഡിതന്മാരോട് തുടർന്നോളിയും. കാരണം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് തിരിയില്ല. അവരോട് തുടർന്നോളിയും. കാരണം ഫൈന്നഹും സുറുജു ദുന്യാ, അവരൊക്കെയും ദുന്യാവിൻ്റെ സിറാജുകളാണ്, വിളക്കുകളാണെന്നാണ്. നിങ്ങളെ ഇരുട്ടുകുത്തിയതായിരിക്കുന്ന ജഹരിത്തരം കൊണ്ടും വിഡ്ഢിത്തരം കൊണ്ടും ഇരുട്ടുകുത്തിയതായിരിക്കുന്ന കൽബിലേക്ക് നിങ്ങൾക്ക് പ്രകാശം നൽകുന്നത് ആലിമ്യങ്ങളാണ്, പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അവർ ദുനിയാവിൻ്റെ സിറാജുകളാണ്. സുറുജു ദുന്യാ ഓ മസാബിഹുൽ ആഖിറ, ആഖിറത്തിൻ്റെ അകത്ത് ആ ഇരുളായതായിരിക്കുന്ന സന്ദർഭത്തിൽ നട്ടും തിരിയുന്ന സമയത്തിൻ്റെ അകത്ത് സ്വർഗത്തിലേക്ക് അവരെ പിന്നാലെയാണ് പോകേണ്ടത്. അവരാണ് നിങ്ങൾക്ക് അവിടെ വെളിച്ചം കാട്ടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിലക്കും ദുനിയാവിലോ ആഖിറത്തിലോ നമ്മൾക്കൂടെ ഉലമാക്കന്മാരെ വിട്ട് ജീവിക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെയില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ ആക്കിയിട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, എല്ലാം ഒറ്റക്കെട്ടായി പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ നിലനിൽക്കണം. ഇവിടെ ആലിമീങ്ങൾ, അതുപോലെ തന്നെ ആലിമീങ്ങളോട് തുടർന്നിട്ട് പിന്നെ അവരോട് തുടർന്നതായിരിക്കുന്ന ആൾക്കാർ, വിവരമില്ലാത്തതായിരിക്കുന്ന ജനങ്ങളൊക്കെ പിന്നെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചിട്ട് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുകയും എളിമത്തരാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ആരെയൊക്കെ ഒന്നും ഉണ്ടാകണം. ഇത് വലിയതായിരിക്കുന്ന മുസീബത്ത്. ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് വന്ന വലിയ മുസീബത്താണ്. എല്ലാവരും അതിനെ ഇപ്പോൾ ആദ്യത്തായതുകൊണ്ട് പേടി കുറഞ്ഞിട്ടുണ്ട്. അത് വന്ന കാലത്ത് ഇപ്പോൾ മരിച്ചുകൊണ്ടേയുണ്ട്, രോഗികളായിക്കൊണ്ടേയുണ്ട്, അതൊന്നും നിന്നിട്ടില്ല അത്. എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനേക്കാളും വലുതായിരിക്കുന്ന മുസീബത്താണ് ഈ ദീനിലേക്ക് വരുന്നതായിരിക്കുന്ന മുസീബത്ത്. മഹാനായ ഇബ്നു നുബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ പറഞ്ഞു, ഫൈനൽ മുസീബത്ത ഫിൽ അഅമാലി വൽ അദിയാനി അഅലമു മിൻഹാ ഫിൽ അംവാലി വൽ അബ്ദാൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു. ഹിജ്റൻ്റെ 4-ാം നൂറ്റാണ്ടുകാരനാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ദുർറത്തുൽ ഫാഖിറ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മൂപ്പര് പറഞ്ഞെന്താണ്, ഈ മുസീബത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള മുസീബത്ത് ഇറങ്ങുന്നുണ്ട്. തടിക്ക് മുസീബത്തുണ്ട്, നമ്മൾക്കുള്ളതായിരിക്കുന്ന കൃഷിക്ക് മുസീബത്തുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്കുള്ളതായിരിക്കുന്ന മുതലിലേക്ക് മുസീബത്തുണ്ട്. ഇത് എല്ലാത്തിനേക്കാളും ഏറ്റവും വലുതായിരിക്കുന്ന മുസീബത്താണ് ഫൈനൽ മുസീബത്ത് ഫിൽ അഅമാലി വൽ അദിയാനി അഅലമു മിൻഹാ ഫിൽ അംവാലി വൽ അബ്ദാൻ. ദീനിലേക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന അമലിലേക്കും വരുന്ന മുസീബത്ത് അത് തടിക്കും മുതലിലേക്കും വരുന്ന നാശത്തിനേക്കാൾ ഏറ്റവും വലുതായിരിക്കുന്ന നാശമാണെന്ന് മഹാനായ ഇബ്നു ബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വലിയൊരു മുസീബത്താണ് സഹോദരന്മാർ. അതുകൊണ്ട് ഗ്രൂപ്പ് തിരിച്ചിട്ട് ഇവിടെ ഒരാളെ താത്തയാക്കാനോ ഒരു മീത്തയാക്കാനുള്ളതായിരിക്കും അധികാരമില്ല. നമ്മളോട് പടച്ചവൻ എന്താ പറയുന്നത്, ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഓ ജനങ്ങളെ, ഈമാനുള്ളതായിരിക്കുന്ന മുഅ്മിനീങ്ങൾ അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വലിയ സ്ഥാനം കൊടുത്തിട്ട് അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ള പേരുണ്ട്. അത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയും. ഏത് യാ ദുൽ ജലാലി വൽ ഇക്റാം. ഇക്റാം ഉടയവൻ, ആദരിക്കുന്നവൻ, ബഹുമാനിക്കുന്നവൻ. അള്ളാഹിൻ്റെ അടിമകളെ തന്നെ അള്ളാഹു ബഹുമാനിക്കുന്നു. ആ ജനങ്ങളെ വെക്കുന്ന വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ബഹുമാനിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹലായ ഫദ്ൽ കൊണ്ട് അവൻ മുഅ്മിനീങ്ങളെ ആദരിക്കുന്നു. അതാണ് പടച്ചവൻ പറയുന്നത്. ഈമാനുണ്ടോ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത്, നിഫാക്കും കുഫ്ർത്തരവും അതുപോലെ തന്നെ ബിദ്അത്തും കലരാത്ത ശുദ്ധമായതായിരിക്കുന്ന ഈമാനുണ്ടോ, അവരെ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ഉയർത്തുന്ന ആരും ചെറുതാക്കി കാണാൻ പാടില്ല. അതേ കൂട്ടത്തിൽ വല്ലദീന ഊതുൽ ഇൽമ, ഇൽമു നൽകപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരെയോ സാധാരണക്കാരെ പോലെയല്ല. ദറജാത്ത്, അതിക്ക് വലുതായിരിക്കുന്ന സ്ഥാനങ്ങളെ കൊടുത്തിട്ട് അള്ളാഹു ആദരിക്കുന്ന. അപ്പോൾ അള്ളാഹു ആദരിച്ച ആൾക്കാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മൈക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ആലിമ്യങ്ങളെ തെറി പറയുക, ചീത്ത പറയുക, ഒരാളെ ആലിമിനെ താത്തുക, അതൊരു ഈമാനുള്ള മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. ഗ്രൂപ്പായതുകൊണ്ട് ഇവിടെ എന്താണ് പ്രശ്നം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആർക്കും അതിനെ കൊണ്ട് ബുദ്ധിമുട്ടാകേണ്ട ഒരു
അവസ്ഥയില്ല. എന്തുകൊണ്ട്? പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക. ദീനിൻ്റെ ഒരു ഖിദ്മത്ത് നിനക്ക് പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഒരാളെ താത്തമീറ്റാക്കുന്ന വിഷയമല്ല. എല്ലാം സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാർ തന്നെയല്ലേ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നെല്ലാം പറഞ്ഞാൽ സാധനം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മോമിനുകളെ, എല്ലാം പണ്ഡിതന്മാരെ ആദരവുള്ള കണ്ണൻ്റെ അകത്ത് കാണണം. സാദാത്യങ്ങളെ അഹ്ലുബൈത്തിനെ ജലധാരിക്കുന്ന ബഹുമാനത്തിൽ കാണണം. അതേപോലെ തന്നെ മോമിനികളായ ആൾക്കാർ ആരെയും ചെറുതായിട്ട് കാണേണ്ട ഒരു ഇതില്ല, അധിക അവകാശം നമ്മൾക്കില്ല. എൻ്റെ കാരണം ഇവിടെ ആർക്കും കൂടെ അമാനത്തല്ല കൊടുത്തിട്ടില്ല. അഫാമിനു മക്റല്ലാ ഫലാ യഉമനു മക്റല്ലാ ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. എന്ത് വിചാരിച്ചു നിങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ മക്ർ അല്ലാഹ് ശിക്ഷിക്കാല എന്നെ സ്വർഗത്തിൽ കടത്തുമെന്നുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ധൈര്യം ആരും വിചാരിക്കണ്ട. ഒരു മൊയിലാറും വിചാരിക്കണ്ട, ഒരു തങ്ങളും വിചാരിക്കണ്ട, ഒരു സാധാരണക്കാരെ ഒരു ഉമറാവും വിചാരിക്കണ്ട, ഒരു രാജാവും വിചാരിക്കണ്ട, ഒരു മന്ത്രിയും വിചാരിക്കണ്ട. അത് അങ്ങനത്തേതായിരിക്കുന്ന ഒരു വിശ്വതി ഇവിടെ അള്ളാഹ് കൊടുത്തിട്ടേ ഇല്ല. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ ധൈര്യാക്കുന്നതാണ്. ഫലാ യൗമന മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ മക്റിനെ അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന ആ വിശ്വതി, അത് എന്താ, അത് നഷ്ടപ്പെട്ട ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട കൂട്ടരല്ലാതെ അങ്ങനത്തെ ധൈര്യം വരലാണ്. അള്ളാഹിൻ്റെ പേടിയുള്ളാത്തവന് മാത്രമേ ഇത് ബരുവത്തില്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ആരെങ്കിലും പയക്കം കേട്ടിട്ട്, ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് തങ്ങന്മാരെയോ ആലിമ്യങ്ങളെയോ പറയാൻ പാടില്ല. ഞങ്ങൾക്ക് മുന്നിലെ വിവരമില്ലാണ്ട് നമ്മളെ കൽബ് ചത്തുപോയിട്ടുണ്ട്. ഒരു അള്ളാഹു കാത്ത് സലാമത്തിനാക്കട്ടെ. ഇനിയിപ്പോൾ അതോടുകൂടി കുറച്ചും ലോഡാക്കുന്ന എന്ത് ആലിമ്യങ്ങളെ മേലിൽ അവരെ ചീത്ത പറഞ്ഞിട്ട്, അവരെ ചെറുതാക്കിയിട്ട്, അവരെ താത്തയാക്കിയിട്ട്, മീറ്റാക്കിയിട്ട്, അതേപോലെ തന്നെ സാദാത്യങ്ങൾ അവരെല്ലാം തെറി പറയുക, ചീത്ത പറയുക, സ്റ്റേജിൽ കയറിയിട്ട് മൈക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിസ്സാരപ്പെടുത്തുക. അള്ളാഹു കാത്ത് സലാമത്തിനാക്കട്ടെ. ഈ പണിക്ക് എന്നെ ഞാൻ എവിടെല്ലാം എന്നെ ബയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവർ എല്ലാവരോടും ഞാൻ വസിയത്താക്കുന്നു, ഈ പണിക്ക് നിങ്ങൾ പോകണ്ട. തിരിഞ്ഞില്ലേ? അവരവർക്ക് ദീനിൻ്റെ ഖിദ്മത്തായിട്ട് അവർക്ക് കഴിയുന്ന പണി അവർ ചെയ്തോട്ടെ. നമ്മൾ കയ്യിൽ ആരെയും നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും സ്വർഗത്തിൽ പോകുന്ന ഉദ്ദേശത്തിലാണ് ഇതൊക്കെയും ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ താത്താക്കാനും മീറ്റാക്കാനില്ല. അതുകൊണ്ട് ഇതൊരു സംഗതി എല്ലാം ഓർമ്മയുണ്ടായിക്കോട്ടെ. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്രിമു കരീമ കുല്ലി കൗമിൻ. എല്ലാ കൗമിൻ്റെ, അത് മുസ്ലിമീങ്ങളെന്ന് അതിക്ക് അർത്ഥമില്ല, എല്ലാ ജാതിനെയും നിങ്ങൾ എന്ത് വേണം, അതിലുള്ളതായിരിക്കുന്ന ബഹുമാനമുള്ള ആൾക്കാർക്ക് നിങ്ങൾ അവർക്ക് സ്ഥാനം കൊടുക്കണം, അവരാദിക്കണം. ബഹുമാനപ്പെട്ട മഹാനായ അൽ ആരിഫു സമദാനി വൽ ഖുതുബുർ റബ്ബാനി അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു തൻ്റെ അൽ ബഹ്റുൽ മഹ്റൂദ് എന്ന കിതാബിൽ പറയുന്നു, ഇതിൽ എല്ലാവരും പെടുന്നതാണ്. കുഫാരിങ്ങളും പെടും, മുജ്രിമീങ്ങളും എല്ലാം പെടുന്നുണ്ടെന്നാണ്. കാരണം അവർക്കൊരു സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ കൊടുത്തിട്ടുണ്ട്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പെരുമാറുന്ന പെരുമാറ്റം പോലെയല്ല ആഖിറത്തിൽ അല്ലാഹു പെരുമാറും. ദുനിയാവിൻ്റെ അകത്ത് ഭയപ്പെട്ട മുഅ്മിനീങ്ങൾക്കും ഭയപ്പെടാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് ചെയ്യുന്നവനാണ്. അതാണ് റഹ്മാൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ റബ്ബ് സുബ്ഹാനഹു വതആല ഇവിടെ രണ്ട് കൂട്ടർക്കും അല്ലാഹു എന്താക്കുന്നു, റഹ്മത്ത് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഫാറിൽപ്പെട്ട ആൾക്കാരെ അവരെ നിന്ദിക്കാനോ നിസ്സാരാക്കാനോ പാടില്ല. അവരെ എന്ത് വേണം, അവർക്കുള്ളതായിരിക്കുന്ന സ്ഥാനമുള്ള ആൾക്കാരെങ്കിൽ അവരെ സ്ഥാനം അവർക്ക് ഭഗവച്ചു കൊടുത്ത് അവരുടെ സ്ഥാനത്തിലേക്ക് അവരെ കയറ്റണം. മനസ്സിലായില്ലേ? ചിലപ്പോൾ അവരെ കൗത്തിലേക്ക് മാലയിടേണ്ടി വരും. അത് ദീനിയായ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ ദീനിൽ മസ്ലഹത്ത് ഒരു കൂട്ടം ഇമാമിങ്ങൾ പറഞ്ഞു, ലായം ബഗി പിന്നെ ഇക്റാമുൽ കുഫാരി പിന്നെ വഹ്ലിൽ മആസി, ദോഷികളായതായിരിക്കുന്ന ആൾക്കാർ, ഫാസിഖ്യങ്ങൾ, അതുപോലെ തന്നെ കാഫിര്യങ്ങളെ പിന്നെ ഇക്റാമാക്കൽ ആവശ്യമില്ല എന്ന് പറഞ്ഞത് അവിടെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുൽ വഹാബ് ഷാറാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ ദീനിയായ മസ്ലഹത്തിലെങ്കിലാണ് ഒരു കുഫാറായ ഒരുത്തനെ ഒരു സദസ്സിൻ്റെ അകത്ത് ബഹുമാനിക്കലുകൊണ്ട് അവൻ്റെ കൽബമയമാവുന്നു, അവൻ മുസ്ലിമീങ്ങൾക്ക് അവൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഇന്ന് അങ്ങനത്തെ ഒരു മസ്ലഹത്തുണ്ടെങ്കിൽ അവനെ ബഹുമാനിക്കാം, അവനെ ആദരിക്കുന്നതിനൊന്നും നമുക്കൊന്നും കുഴപ്പമില്ല, നമ്മളെ ഈമാനിനൊന്നും തകരാറില്ല. പക്ഷേ നമ്മളെ ദീനിനെ പണം വെച്ചിട്ട് നമ്മളെ ദീനിനെ നിസ്സാരമാക്കുന്ന രൂപത്തിലായെങ്കിലും പറ്റൂല. എന്നല്ലാതെ മനുഷ്യന്മാരെല്ലാം ആദരവോടുകൂടി പെരുമാറണം. വഅൻസിറുന്നാസ മനാസിറഹും എന്ന് പറഞ്ഞു. അത് ഈമാനുള്ള മോമിനുകളെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും ബഹുമാനമുള്ളവരല്ല. പക്ഷേ ചില ആവശ്യത്തിന് വേണ്ടി കുഫാരിങ്ങൾ വരെ അവരെ ആദരിക്കാം, അവരെ ബഹുമാനിക്കാമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും കണ്ണിൽ കാണണം. എനിക്ക് നിന്നേക്കാൾ ഞാൻ ഖൈറെന്ന് വിചാരിക്കണമെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഉറപ്പ് കിട്ടിയിട്ട് പോകണം, ഒരു സർട്ടിഫിക്കറ്റ്. നീ പഠിക്കണ്ട, നീ സ്വർഗത്തിൻ്റെ അരിക, അതങ്ങനെ കിട്ടിയോളം ആരുണ്ട്? ബഹുമാനപ്പെട്ട മഹാനായ അശ്റത്തുൽ മുബശ്ശിർ റളിയല്ലാഹു അൻഹു ആയല്ലേ സമയം? ആയി
ബാങ്ക് കൊടുക്കാൻ സമയം. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഇന്നത്തെ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടെ ഇപ്പോൾ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഒരു സംഗതി മാത്രമേ എനിക്ക് പറഞ്ഞ് നിർത്തുന്നു. അതായത് ഇത് നിങ്ങളോട് ഒരു വസീയത്ത് എന്നോളം പറയുന്നത്, ജമാഅത്തിൻ്റെ അകത്ത് കുഴപ്പത്തറും അതുപോലെ തന്നെ ഭിന്നിപ്പും ഇതെല്ലാം വലിച്ചിടണ്ട. ഇതിനെ കൺട്രോളാക്കേണ്ടത് അവിടുത്തെ ഖതീബന്മാരാണ്. നല്ലതായിരിക്കുന്ന വയലുകൾ ഉപദേശങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ ഒരേ വിശ്വാസത്തിനും ആചാരത്തിനും അവരെ ഉറപ്പിച്ച് നിർത്തി അവരെ നല്ല രൂപത്തിൻ്റെ അകത്ത് നാട്ടിൻ്റെ അകത്ത് ഫിത്നയും അതുപോലെ തന്നെ ഫസാദും വിദ്യത്വം വരാത്ത പോലെ നല്ല ഭദ്രമായിട്ട് അവരെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത അവിടുത്തെ ഖതീബിനോട്. വെറും മിഹ്റാബിലേക്ക് പോയിട്ട് മിഹ്റാബിന്ന് റൂമിലേക്ക് പോകുന്ന പോലത്തെ പണി മാത്രമല്ല. എന്ത് വേണം? നല്ലതായിരിക്കുന്ന ബോധത്തോടു കൂടി എന്ത് വേണം? ആ കാര്യം ചിന്തിച്ചോളും. ഓർക്കെന്താ ഇരുന്നവിടേക്ക് തന്നെ നല്ലതായിരിക്കുന്ന പുരയിലാക്കിയ ഭക്ഷണത്തിൽ വെച്ചിട്ട് ഏറ്റവും മുന്തിയ ഭക്ഷണം കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. അവർക്ക് പൊരുത്തപ്പെട്ടതായിരിക്കുന്ന ഒരു ചെറിയതായിരിക്കുന്ന ഒരു ബർക്കത്തിൻ്റെ പൈസ കൊടുക്കുന്നു. ഇത് കൊടുത്തിട്ട് അവർക്ക് വലിയ ബർക്കത്തുള്ളവരായിത്തീരുന്നു. നല്ല വലിയൊരു സ്ഥാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെല്ലാം അള്ളാഹ് ചെയ്ത നിഅമത്തിനെ മറന്നിട്ട് നമ്മൾ അടങ്ങിക്കൂടിയാൽ പോരാ. നല്ലതായിരിക്കുന്ന ജനങ്ങൾക്ക് നാട്ടിൽ ഫിത്ന വരാത്ത പോലെ മനുഷ്യന്മാരെല്ലാം അപ്പുറം ഗളാട്ടി ഗുൽമാലാക്കിയിട്ട് കോടതിക്ക് പോകാത്തതുപോലെ അതിനെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥ ഓരോരോ ജമാഅത്തിൻ്റെ അകത്തും അത് ഉണ്ടാകണം എന്നാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ അവിടെയെല്ലാം ഗുൽമാലാക്കിയിട്ട് വലിച്ചിട്ടിട്ട് നമുക്കെന്ത് പേടിയില്ല, കാലിയാറായിട്ടുണ്ട്, ഞങ്ങൾക്ക് കാലിയാറുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ധൈര്യത്തിലിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പുരലും നിങ്ങൾ അടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഇവിടെ ജയിക്കും? അങ്ങനത്തെ ഒരു മലാമത്തും വലിച്ചിടണ്ട. നിങ്ങൾ നല്ല പിരിശപ്പാട് നടന്നു. നിങ്ങൾ നടന്നു നോക്കി, ഒരു കൊല്ലം നടന്നിട്ട് നോക്കി, അതിലായില്ലെങ്കിലല്ല പിന്നെ എനിക്ക് അതിൻ്റെ പരിഹാരം വേറെ പറഞ്ഞുതരാം. എല്ലാം യോജിച്ചിട്ട് നടന്നിട്ട് എല്ലാവരും ഹസദില്ലാത്തതായിരിക്കുന്ന മനസ്സിൽ നല്ല രൂപത്തിൻ്റെ പിരിശപ്പാടിൽ ഒരിക്കൽ കഴിഞ്ഞിട്ട് നിൽക്കും. ഒരു കൊല്ലം നോക്കിയിട്ട് ഒരു ടെസ്റ്റാക്കി നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയായിട്ട് വരും. ഒരു സംഗതി അത്. രണ്ടാമത് ഇപ്പോൾ ഇവിടെ കാലി ഒരാളാക്കി കഴിഞ്ഞെങ്കിൽ അയാൾക്ക് ഈ മഹല്ലത്തിൻ്റെ ബയ്യത്തിൻ്റെ അർത്ഥം തന്നെ അതല്ലേ? ഞാൻ നിങ്ങളെ ബയ്യത്ത് ചെയ്ത് ഞങ്ങളെ മഹലിലേക്ക് ദീനിയായതായിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നേതൃത്വം വഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദീനിൻ്റെ കാര്യം പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ വിധികൾ പറഞ്ഞാലും അത് ഞങ്ങളത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബദ്ധന്മാരാണ്, അതിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി തരപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ബയ്യത്താക്കിയത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് മറക്കണ്ട, ആയിരിക്കൊണ്ട് ഇതിനെ മാന വെച്ചത് ഞാൻ. അപ്പോൾ ചെല്ലിയ പോലെ കേൾക്കണം അതിൻ്റെ അർത്ഥം. എന്നും ചെല്ലിയ പോലെ കേൾക്കണ്ട. ഇസ്ലാം ശരി, ഞാനും നിങ്ങൾക്ക് ഒരേ വിഷയം, ആ വിഷയത്തിൽ ഒരേപോലെ നമ്മളെ വെക്കുമോ? ഞാനും ഇസ്ലാമിൻ്റെ വിധിക്ക് അനുസരിക്കണം, നിങ്ങളും അനുസരിക്കണം. ഇനി ഒരു മൊയിലാർക്കൊരു മട്ടം വേറെ, മൊയിലാർ അല്ലാത്തവർക്ക് പിന്നെ ഒരു മട്ടം എന്നിട്ട് അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, നല്ല പിരിശപ്പാടിൽ ഓർമ്മത്തിൽ നടക്കണം. നിങ്ങൾ കുടുംബബന്ധത്തിൻ്റെ അകത്ത് അപ്പുറപ്പുറം കലഹമുണ്ടെങ്കിൽ അതൊന്നും അതിനെല്ലാം നീക്കിയിട്ട് നല്ലതായിരിക്കുന്ന ശുദ്ധമായ നിരക്കുള്ള ഹൃദയത്തിൻ്റെ അകത്ത് പെരുമാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ അതിന് വേണ്ടി ചിലപ്പോൾ ഒലിയില്ലാത്ത സന്ദർഭത്തിൽ ചിലപ്പോൾ നിക്കാഹ് കഴിക്കുന്ന അധികാരം കാലിലേക്ക് വരുന്നുണ്ട്. ആ വരുന്ന സമയത്തിൻ്റെ അകത്ത് അത് ആരും നസബ സംബന്ധമായിട്ട് അസബാക്കാരിൽ ആരും ഇല്ലെങ്കിൽ അതിനെ കാലിയാണ് കഴിച്ചു കൊടുക്കേണ്ട അധികാരം വരുന്നത്. അങ്ങനെ അധികാരം വരുന്ന സമയത്തിൻ്റെ അകത്ത് അതത് മഹല്ലത്തിൻ്റെ ആൾക്കാർ അവിടുത്തെ ഖതീബന്മാർ നടത്തണം. അതിற்கு വേണ്ടിയിട്ട് ആ അധികാരം ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതരായ ബഹുമാനപ്പെട്ട ഹുസൈൻ കസീറോട് ഉസ്താദ് അവർക്ക് ഞാൻ അധികാരം കൊടുക്കുന്നു. അയാളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ നിങ്ങളൊക്കെയും അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ മഹല്ലത്തിൻ്റെ അകത്ത് അവിടുത്തെ ഖതീബന്മാർ അതിനെ കഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെടണം. പിന്നെ അങ്ങനത്തെ ആയിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്, കഴിഞ്ഞത്ര ഇവിടെ തന്നെ തീർക്കണം. കാതിൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ എല്ലാ മഹല്ലത്തുകാരും അടിച്ചെങ്കിൽ ഞാൻ എന്താക്കും? നാട് വിട്ടിട്ട് പോകേണ്ടി വരും. തിരിഞ്ഞില്ലേ? അതുകൊണ്ടിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് വേണം? നിങ്ങളോട് ഞാൻ പറഞ്ഞതൊരു വസിയത്താണ്, മനസ്സിലാക്കിക്കോളണം. എത്ര കാലം നിങ്ങളൊക്കെ ഞാൻ ഇരിക്കുന്നില്ലാണ്, തങ്ങളെല്ലാം ഓരോ പൊരുത്തത്തിലാണ് ഇപ്പോൾ ഞാൻ ഇത് സംസാരിക്കുന്നത്. എല്ലാവരും ദ്വാരക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ അള്ളാഹു ശക്തിപ്പെടുത്തുന്നതാണ്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാഹ് എളുപ്പമാക്കിയെങ്കിൽ എല്ലാം എളുപ്പമാണ്, അള്ളാഹു കടുപ്പാക്കിയെങ്കിൽ എല്ലാം കടുപ്പം തന്നെ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെയും എളുപ്പത്തോടു കൂടി എല്ലാം അല്ലാഹു നമ്മൾക്കതിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ നാട്ടുകാർക്കും കൂട്ടുകാർക്കും നമ്മളായിട്ട് ബന്ധപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എവിടെ ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും സന്തോഷവും നിഅമത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഞങ്ങളായിട്ടൊരു ബന്ധമായി, ഒരു സംബന്ധമായി,
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാ മുഅ്മിനീങ്ങൾക്കും ദ്വാരക്കണം. അതോടുകൂടി പ്രത്യേകിച്ചിട്ട് എനിക്ക് എൻ്റെ ആഫിയത്തിന് വേണ്ടിയിട്ടും ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നല്ല നിരക്ക് പാലിക്കാൻ വേണ്ടിയിട്ടും അത് അള്ളാഹുവിൻ്റെ വജഹിനായി കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം നിങ്ങൾ ദ്വാരക്കണമെന്നും വസീത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു, അതിൻ്റെ നായിബായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു.